എപ്പോഴും മടി, എപ്പോഴും തളർച്ച, അങ്ങനെയുണ്ടല്ലേ കുറേ ആളുകൾ. ഒരിക്കൽ ഹബീബ് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേ സ്വഹാബത്ത് വന്നിട്ട് പറയുന്നുണ്ട്, കുറേ ആളുകളുണ്ട് നബിയെ ഭയങ്കര തളർച്ചയാണ് നബിയെ, ഭയങ്കര മടിയാണ് നബിയെ, ഒന്നിനും പറ്റണില്ല, ജോലിക്ക് പോകാൻ തോന്നണില്ല, ഒരമല് ചെയ്യാൻ പറ്റണില്ല, ഭയങ്കര മടി. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കിടിലൻ എക്സസൈസ് പറഞ്ഞു കൊടുക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ആ എക്സസൈസ് ചെയ്താൽ നിങ്ങളുടെ ക്ഷീണവും മടിയൊക്കെ മാറുന്നേ. പല ആളുകളും അങ്ങനെ പ്രയാസം അനുഭവിക്കണില്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങും ഭയങ്കര ക്ഷീണമാണ്, ഒരു കുളിച്ചിട്ടും ക്ഷീണം മാറുന്നില്ല, നിരന്തരം ചായ കുടിച്ചിട്ടും ക്ഷീണം മാറണില്ല, എന്തെല്ലാം ചെയ്തു നോക്കിയിട്ട് ക്ഷീണം മാറണില്ല എന്ന്. ഇതെന്താ കാരണം മനസ്സിലാവണില്ല? കണ്ണേറാണോ സിഹറാണോ മന്ത്രിച്ചു നോക്കി എന്നിട്ടും മാറണില്ല, ഇതെന്താ സംഭവം? അങ്ങനെ കുറേ ചിന്തിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ആകെ ഇങ്ങനെ തളർന്നു കുത്തി അടങ്ങാറാകുന്നവർ, അതുപോലെ പുറത്ത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തന്നെ നമ്മുടെ സഹോദരന്മാർ വല്ലാതെ പ്രയാസപ്പെടുന്നവർ. ഞാൻ നിങ്ങൾക്കൊരു കിഡിലൻ മരുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച എക്സസൈസ് ഒന്ന് പഠിപ്പിച്ചു തരട്ടെ. മനസ്സറിഞ്ഞൊന്ന് ചെയ്തോ. അത് നമ്മുടെ ക്ലിയറായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സംഗതി മുത്തുനബിയുടെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ കൂടെ ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം, ശരീരത്തിന് ആരോഗ്യം, മടി മാറുന്നു, ടെൻഷൻ മാറുന്നു, ലൈഫ് സെറ്റാണ്. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ചില നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം സ്വബാഹുൽ ഖൈർ നടത്താൻ പറ്റിയില്ല, വല്ലാത്ത സങ്കടത്തിലായിപ്പോയി. എന്നാലും മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. ഉസ്താദെ സ്വബാഹുൽ ഖൈർ ഇല്ലാഞ്ഞിട്ട് വല്ലാത്ത പ്രയാസത്തിലായിരുന്നു എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. പടച്ച റബ്ബ് നമ്മുടെ മരണം വരെ, ഖിയാമത്ത് വരെ ഈ സ്വബാഹുൽ ഖൈറിൻ്റെ അംഗമാകാൻ, അതിലൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ കുട്ടികളാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ എൻ്റെ ഭാര്യയുടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഒരു ഉസ്താദിനെ കാണാൻ പോയി. അവൾക്ക് അലിഫ് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദ്, അലിഫ് എഴുതി കൊടുത്ത ഉസ്താദ്. അദ്ദേഹത്തിന് ഏതാണ്ട് 70-ൽ ചില്ലാനം പ്രായമുണ്ട്. അൽഹംദുലില്ലാ ആ ഉസ്താദിനെ പോയി കണ്ടു. നമ്മൾ അങ്ങനെ ആയിരിക്കണം കേട്ടോ. നമ്മുടെ ഉസ്താദുമാരെ അന്വേഷിച്ച് നമ്മൾ പോകാറുണ്ടോ? നമുക്ക് അലിഫ് പഠിപ്പിച്ചെന്ന ഉസ്താദിന് ഓർമ്മയുണ്ടോ? ശരിക്കും നമ്മൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ, ദീനി വിഷയങ്ങളിൽ എന്തൊക്കെ തുടങ്ങിയിട്ടുണ്ടോ, അതൊക്കെ ആ അലിഫ് പഠിപ്പിച്ച് തന്ന ഉസ്താദിൻ്റെ ഒരു പ്രാർത്ഥനയും കൂടെ അല്ലേ. ഒന്ന് അവർക്ക് വേണ്ടി ദ്വാരക്കണം, അവരെ പോയി കാണണം. അവിടെ ചെന്നപ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിലുള്ളവരൊക്കെ നമ്മുടെ സ്വബാഹുൽ ഖൈർ കാണുന്നവരാണ്. അൽഹംദുലില്ലാ, അത് വല്ലാത്തൊരു സന്തോഷം തോന്നിപ്പോയി. അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഉസ്താദുമാർക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമ്മുടെ അലിഫ് പഠിപ്പിച്ച ഉസ്താദിനെ അങ്ങനെ ഇടയ്ക്ക് പോയി കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഭയങ്കര ക്ഷീണമാണെന്ന് എല്ലാവർക്കും. പടച്ചോൻ തന്ന വല്ലാത്തൊരു അനുഗ്രഹമല്ലേ നമ്മുടെ ആരോഗ്യം എന്ന് പറയണത്, ഇല്ലേ? ഈ ആരോഗ്യമില്ലായിരുന്നെങ്കിൽ നമ്മളാകെ തളർന്നു പോകൂലേ? എപ്പോഴും നല്ല ഉന്മേഷത്തോടെ ഇരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ചില ആളുകളുണ്ട് എപ്പോഴും ക്ഷീണം. ജോലി ചെയ്യാൻ തോന്നണില്ല, അടുക്കളയിലൊരു പണി തോന്നണില്ല, എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യാൻ തോന്നണില്ല, ഉറങ്ങിയിട്ട് ക്ഷീണം മാറണുണ്ട്, അതും മാറണില്ല. വെറും തളർച്ച. എന്തതിൻ്റെ കാരണം? ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. ഇപ്പം മെഡിക്കൽ റീസൺസുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ലിവർ ഡാമേജ് സംഭവിച്ചവരാണെങ്കിൽ അവർക്ക് അങ്ങനെ ക്ഷീണം ഉണ്ടാകാം. ഷുഗർ വേരിയേഷൻ വരുന്നവരാണെങ്കിൽ, ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഉണ്ടാകാം. പ്രഷർ ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടാകാം. അതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പ്രത്യേകിച്ച് പറയാനുള്ളൊരു സംഗതിയാണ് വൈറ്റമിൻ ഡി. അത് വെയിൽ കൊണ്ടാൽ കിട്ടുന്ന സാധനമാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇന്നാരാ വെയിൽ കൊള്ളണത്? ചിലർ പറയും ഞാൻ അടുക്കളയിൽ കിടന്ന് ഓടുമ്പോൾ ആ വെയിലല്ല, ശരിക്ക് ചില സമയത്തെ വെയിലുകൾ നന്നായി നമ്മുടെ ബോഡിയിൽ കൊള്ളേണ്ടതുണ്ട്, അല്ലേ? അങ്ങനെ കൊള്ളാത്തവർക്ക് ഭയങ്കര വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവും. വൈറ്റമിൻ ഡി കുറഞ്ഞ എന്താ സംഭവിക്കുക? വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം. എത്ര പേരുണ്ട്? അത് 1500 രൂപയൊക്കെ ആ ഉസ്താദ് ആ ബ്ലഡ് ടെസ്റ്റിന്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യൂല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. വൈറ്റമിൻ ഡി നിർബന്ധമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ക്ഷീണത്തിൻ്റെ ഒരു കാരണം അതാണ്. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭയങ്കര തളർച്ചയായിരിക്കും, എപ്പോഴും ഉറക്കം തൂങ്ങലും, ഒന്നിനും താല്പര്യമില്ല, ഭാര്യ ഭർത്തൃ ബന്ധത്തിന് പോലും താല്പര്യമില്ലാണ്ടാവും വൈറ്റമിൻ ഡി കുറഞ്ഞാൽ. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്ക്.
ഭാര്യ ഭർത്തൃ ബന്ധത്തിന് താല്പര്യമില്ലാത്തവണ്ണം മൂഡ് സ്വിങ്സ്, എപ്പോഴും സങ്കടം, എന്തിനേറെ സംശയരോഗമുണ്ടാകാൻ പോലും കാരണമാവും. ഒരു പ്രശ്നങ്ങളുമില്ല, പക്ഷേ പരസ്പരം അടുക്കാത്തത് കൊണ്ട് തന്നെ പരസ്പരം റൊമാൻറ്റിക്കായി സംസാരിക്കാൻ പറ്റൂല. തളർച്ച, നമ്മുടെ ബ്രെയിനൊക്കെ ആകെ തളർന്നുപോയ പോലെ, തലച്ചോറിന് തളർന്നുപോയ പോലെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കോണ്ടാക്റ്റ് ഇല്ലാത്ത സംശയരോഗം വരാനുള്ള സാഹചര്യം പോലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവും. അത്ര തളർന്നു. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി ഇപ്പോൾ 1000 രൂപ ആവില്ലെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാതിരിക്കേണ്ട, അത് പോയി ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിന് മരുന്ന് വാങ്ങി കഴിക്കണം. ആഴ്ചയിൽ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു സാഷേ പാക്കറ്റാണ് അതിന് കിട്ടുക. ആഴ്ചയിൽ ഒരെണ്ണം കഴിച്ചാൽ മതി. അങ്ങനെ ഒരു 4 ആഴ്ച അത് കൃത്യമായി കഴിയുമ്പോൾ തന്നെ നല്ല ഒരു ഉണർവ് നമുക്ക് കിട്ടും. ചിലപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടും ക്ഷീണം ഉണ്ടാകാം. മഗ്നീഷ്യം കുറയുന്നത് കൊണ്ട് ക്ഷീണം ഉണ്ടാകാം. വൈറ്റമിൻ K2 കുറയുന്നത് കൊണ്ട് ക്ഷീണം ഉണ്ടാകാം. അങ്ങനെ പല വൈറ്റമിൻസും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഡെഫിഷ്യൻസിയൊക്കെ ക്ഷീണത്തിന് കാരണമാണ്. അപ്പോൾ ഇതൊക്കെ മരുന്ന് കഴിച്ചാൽ മാറുന്നതാണ് ഇല്ലേ? മരുന്ന് കഴിച്ചാൽ മാറുന്ന സംഗതികൾ മരുന്ന് കഴിച്ചാൽ തന്നെ നമ്മൾ മാറ്റണം ഇല്ലേ? അതും അള്ളാഹുവിൻ്റെ ഇതിന് കൊണ്ടാട്ടോ അതൊക്കെ സംഭവിക്കണത്, മാറണതും വരുന്നതും ഒക്കെ. ഇനി വേണ്ട, ഇപ്പോൾ ചൂട് കാലത്തൊക്കെ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടായാലും ശരീരത്തിൽ വെള്ളമില്ലാതായി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. വെള്ളം കുടിക്കാൻ എത്ര പേരുണ്ട്? കറക്റ്റ് വെള്ളം കുടിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ ശരീരത്തിൽ നമ്മൾ വർക്ക് ചെയ്യണതിനനുസരിച്ച്, നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നിരന്തരം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോൾ AC-യിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അവർ ഡീഹൈഡ്രേറ്റ് ആവുന്നത് അറിയുക തന്നെ ഇല്ല, പക്ഷെ ഭയങ്കര വീക്കായി പോകും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം, നമ്മുടെ ശരീരത്തിന് എത്ര വെള്ളം വേണമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കൃത്യമായി വെള്ളം കുടിക്കുക. മനസ്സിലാവുന്നുണ്ടോ? വെള്ളം കൂടി പ്രത്യേകിച്ച് സഹോദരിമാർക്ക് ഭയങ്കര കുറവാണ്. എപ്പോഴും ഇങ്ങനെ യൂറിൻ ഇൻഫെക്ഷൻ ഇല്ലേ, മൂത്രത്തിൽ പഴുപ്പ് വരിക, ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട്. അപ്പം അങ്ങനെ നിരന്തരം രോഗികളായിട്ട് നമ്മൾ മാറും. വെള്ളം നന്നായിട്ട് കുടിക്കണം. ശരി, ഇനി നമ്മൾ പറഞ്ഞു തന്ന വിഷയം ഇതൊന്നുമല്ല കാരണം, എന്നാലും ക്ഷീണം, വെറുതെ ഇങ്ങനെ ക്ഷീണം വന്നുകൊണ്ടിരിക്കുക അല്ലേ? ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. കുറച്ച് സഹാബത്ത് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം ബോധിപ്പിക്കുകയാണ്. ശഖൗന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അൽഉഫ. ഈ റസൂലുള്ളാഹിനോട് സങ്കടം ബോധിപ്പിക്കുക എന്ന് പറയുന്നത് ഈമാനുള്ളവൻ്റെ അടയാളാണ്. അതാണ് ഇർതകബ്തു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ ഇർതകബ്തു അലൽ ഖത്താ. പാപങ്ങളുടെ മേൽ വാഹനം കയറിയവനാണ് ഞാൻ. ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് നബിയെ. ഗൈറ ഹസ്രിൻ വഅദദ്, എണ്ണവും വണ്ണമൊന്നും ഇല്ലാത്തത്ര ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ. ലക അഷ്കു, ഞാൻ അങ്ങയോട് സങ്കടം പറയാണ്. പ്രാർത്ഥിക്കുന്നു എന്നല്ല, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം. സഹായതേട്ടം മുത്തുനബിയുടെ സങ്കടം പറയാണ്. ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, ഞാൻ അങ്ങയോട് എൻ്റെ സങ്കടം പറയാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ആരെങ്കിലും തെറ്റ് ചെയ്തിട്ട് റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നാൽ എന്നിട്ട് അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹ് അവർക്ക് വെറുത്തെടുക്കും. കണ്ടോ? അപ്പോൾ നമ്മൾ മുത്തുനബിയോട് സങ്കടം പറയുന്നത് സ്വഹാബത്ത് ചെയ്തത് അങ്ങനെ ആയതുകൊണ്ടാണ്. അത് ജീവിച്ചിരുന്നാലും വഫാത്തായാലും എൻ്റെ മുത്തുനബി ഖബറിൻ്റെ ഉള്ളിൽ ജീവിച്ചിരിപ്പുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ, സ്വഹാബത്ത് എന്ന് പറയുന്നത് ശഖൗന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അൽഉഫ. നബിയെ ഭയങ്കര ക്ഷീണാണ് യാ റസൂലല്ലാഹ്. അപ്പോൾ റസൂലുള്ള പറയണം അലൈക്കും ബിൻ നസിൽ, നിങ്ങൾ നസിൽ ചെയ്യണം. എക്സസൈസാണ്, അതൊരു എക്സസൈസാണ്. എന്താ നസിൽ? എന്താ? സിമ്പിളാണ്, വേഗത്തിൽ നടക്കണം. വേഗം നടക്കുക. നമ്മൾ നടക്കാൻ പോണ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എങ്ങനെയാണ് നടക്കുക? ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ആടി ഒലഞ്ഞ് നടക്കും. കുറച്ച് പേരിങ്ങനെ ഫോണിൽ നോക്കി നടക്കും. പോണോക്കി എടി പാത്തു നീ ഇന്ന് വന്നില്ലേടി? ഇല്ല ഞാനില്ല. എന്നാൽ ശരി കേട്ടാ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റപ്പുറത്ത് വേറൊരാളെ കാണുമ്പോഴത്തേക്കും പോയിട്ട് മോക്കടെ കല്യാണം എവിടം വരെയായി, സ്വർണ്ണമൊക്കെ എടുത്താ. ഇതിങ്ങനെ ആടി ഒലഞ്ഞ് വർത്താനം പറഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു നേരമായി. എവിടെ വേർത്തിട്ട് പോലുമില്ല. താത്ത അത് നടക്കാൻ പോയതാ. എൻ്റെ വീട്ടുകാർ ഭയങ്കര നടത്തണം, ഹാർട്ട് അറ്റാക്ക് ഒന്ന് വേഗം തട്ടിപ്പോവും. തമാശാറിനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നടക്കുമ്പോൾ വേഗത്തിൽ നടക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മനസ്സിലായോ? കൈ വീശി വേഗം നടക്കും. വേഗം എന്ന് പറഞ്ഞാൽ ഓടാണെന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോൾ ഇത്തിരി സ്പീഡിൽ നടന്നിരുന്നു. ആ നടത്തം ആരോഗ്യം വർദ്ധിപ്പിക്കും. നമ്മുടെ ഹൃദയത്തിന് ഹൃദ്രോഗമില്ലാതിരിക്കാൻ, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ, ഹൃദയത്തിൽ ബ്ലോക്ക് ഇല്ലാതിരിക്കാനൊക്കെ നന്നായി വേഗത്തിൽ നടക്കുന്നത്, കൈവീശി നടക്കുന്നത് ഉപകാരപ്രദമാണെന്ന് സയൻസ് പോലും പറയുന്നുണ്ടേ. ഹബീബ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വേഗം നടക്കും. മുത്തുനബിയോടൊപ്പം നടന്നാലും നമുക്ക് എത്താൻ പറ്റില്ല, അത്ര വേഗത്തിൽ മുത്തുനബി നടക്കാറുണ്ട് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിങ്ങനെ കൈയൊക്കെ വീശി നടക്കുമ്പോൾ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമാകും. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായാൽ തന്നെ നമ്മുടെ രോഗങ്ങളിൽ പകുതിയൊക്കെ ആശ്വാസം കിട്ടൂലേ ഇല്ലേ?
ഇനി കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യണം വെച്ചാൽ ചെരുപ്പ് ധരിക്കാതെ ഒന്ന് നടന്നു നോക്കണം. അതൊക്കെ ഭയങ്കര പാടാണെന്നാണ്. സയൻറ്റിഫിക്കലി പഠിപ്പിക്കുകയാണെങ്കിൽ ചെരുപ്പ് ധരിക്കാതെ നടക്കൽ വളരെ നല്ലതാണ്. സൂക്ഷിച്ച് വേണം കേട്ടോ. കാലിൻ്റെ അടിയിലൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ കല്ലും മുള്ളും അത് മറ്റേ ചില്ലൊക്കെ പൊട്ടി നടക്കണ ഭാഗത്ത് കൂടെ നടക്കരുത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും സ്ഥലം ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചാൽ തന്നെ മതിയല്ലേ കുറച്ച് തവണ, അല്ലേ? 1.5 മണിക്കൂറൊക്കെ ഒന്ന് നടന്നു നോക്കുക. ചെരുപ്പില്ലാതെ നടന്നാൽ നമുക്കെന്താ കിട്ടുക? നമുക്കൊരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ലഭിക്കുമെന്ന് സയൻസ് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രകൃതിദത്തമായ ഒരു പരീക്ഷണമാണല്ലോ അത്. പ്രകൃതിയോട് നേരിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ട് തന്നെ ടെൻഷൻ അകലാൻ സാധ്യതയേറെയാണെന്നാണ്. കോർട്ടിസോൾ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട്, നമ്മുടെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഹോർമോണാണ്. ആ ഹോർമോണിൻ്റെ പ്രവർത്തനമൊക്കെ കുറയുന്നേ. ടെൻഷൻ കുറയാൻ ചെരുപ്പില്ലാതെ മണ്ണിൽ ചവിട്ടി നിരന്തരം നടക്കുന്നത്, എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ്. അതുപോലെ തന്നെ കോർട്ടിസോൾ കുറയുന്നത് കൊണ്ട് തന്നെ നല്ല ഉറക്കം കിട്ടും. കിടന്നിട്ട് ഉറക്കം കിട്ടണില്ല ഉസ്താദേ, ചെരുപ്പില്ലാണ്ട് മണ്ണിലൂടെ നടന്നു നോക്ക്, ഉറക്കം കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഞരമ്പുകളെ ഉത്തേജിപ്പിച്ചിട്ട് രക്തയോട്ടം കൂട്ടും. രക്തയോട്ടം കൃത്യമായാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ മരവിപ്പ്, അവിടെ ഇവിടെയൊക്കെ വേദന, തളർച്ച, ഇതൊക്കെ മാറും. അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യം കൂട്ടാനായിട്ട് കൃത്യമായി ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ പറ്റും. കാരണം ഈ കാലിൻ്റെ അടിയിലൊക്കെ ചില പ്രഷർ പോയിന്റുകളുണ്ട്. ഈ അക്യുപഞ്ചറൊക്കെ പഠിച്ചവർക്കറിയാം, പ്രഷർ പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സിലൂടെ ഇങ്ങനെ അവിടേക്ക് ഒരു പ്രഷർ കിട്ടുന്നത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ ചെരുപ്പിടാതെ നടക്കുന്നത് വളരെ നല്ലതാണെന്നാണ്. അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇരിക്കട്ടെ, ഏതായാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു അലൈക്കും ബിന്നസ്ൽ, ഇത്തിരി വേഗത്തിൽ നടക്കുക. അപ്പോൾ ഡെയിലി നിങ്ങളൊരു 1/2 മണിക്കൂർ നടക്കാൻ തയ്യാറായാൽ നല്ല ആരോഗ്യമുള്ളവരായി മാറും. നിങ്ങളുടെ ക്ഷീണം മാറും. അതായത് ഞാൻ പറഞ്ഞു, ഇത് പല രോഗങ്ങൾ കാരണമാകാം, വേറെ പല സംഗതികളൊക്കെ ഉണ്ട്. അതൊന്നും അല്ലാത്തതാണെങ്കിൽ ഈ ഒരു നടത്തം കൊണ്ട് റെഡിയാവും. ഇനി അതൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്, വേറെ രോഗമൊക്കെ ആണെങ്കിൽ തന്നെയും ഈ നടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആരോഗ്യവും കൂടുതൽ കിട്ടാൻ കാരണമാണ്. മനസ്സിലായോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. ഇനി ചിലപ്പോൾ ഇങ്ങനെ വരാം, നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോയി തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ക്ഷീണം, ഭയങ്കര തളർച്ച, കുളിച്ചു നോക്കി, ചായ കുടിച്ചു നോക്കി, പലതും ചെയ്തു നോക്കി, എന്നിട്ട് ക്ഷീണം മാറണില്ല. അപ്പം അത് കണ്ണേറാകാനുള്ള സാധ്യതയുണ്ട്, ഇല്ലേ? ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് നടക്കുന്നത് കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരിലേക്ക് കണ്ണേറ് സംഭവിക്കാം. ചിലപ്പോൾ നമ്മുടെ മക്കളിലൂടെ കണ്ണേറ് വരാം. അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ എല്ലാം കണ്ണേറ് എന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതം തകരാനും പാടില്ല. മനസ്സിലായോ? അപ്പം കണ്ണേറാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഫാത്തിഹ ശ്രദ്ധിക്കണം. ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അതുപോലെ ആയത്തുൽ കുർസി. ഈ ആയത്തുകളും സൂറത്തുകളും ഒക്കെ ഓരോന്നും 7 തവണ ഓതുക. ഫാത്തിഹ 7 തവണ, ഖുൽ ഹുവല്ലാഹു അഹദ് 7 തവണ, ഫലക്ക് 7 തവണ, നാസ് 7 തവണ, ആയത്തുൽ കുർസി 7 തവണ. എന്നിട്ടൊരു 7 സ്വലാത്ത്, ഏതെങ്കിലും സ്വലാത്ത് 7 തവണ ചൊല്ലാം. ശരീരത്തിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് കുടിക്കുക. കണ്ണീർ അതോടെ പോവും. ഇഖ്ലാസോടെ, ഈമാനോടെ, തഖ്വയോടെ ചെയ്താൽ കണ്ണീർ അതോടെ പോയി നല്ല ഉണർവ് നിങ്ങൾക്ക് കിട്ടും, ക്ഷീണമൊക്കെ മാറും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. അത് അള്ളാഹു നമുക്ക് തന്ന അമാനത്താണ്. വെറുതെ നശിപ്പിച്ച് കളഞ്ഞാൽ അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ നല്ല ഫുഡിൽ നിന്നൊക്കെ തളർച്ചയുണ്ടാവും, നല്ല ഫുഡ് കഴിക്കണം. മനസ്സിലായോ? അതുപോലെ തന്നെ ഓവർ ഫുഡ് കഴിക്കാൻ പാടില്ല. എന്തിനാ ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാനുള്ളത്? അത് വയറ് നിറയാനല്ല ഫുഡ് കഴിക്കേണ്ടത്, ക്ഷീണം മാറാൻ, അതുപോലെ വിശപ്പ് മാറാൻ ഫുഡ് കഴിക്കണം, വയറ് നിറയാനല്ല ഫുഡ് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ഉറക്കം, ഒരുപാട് നേരം കിടന്നുറങ്ങിയാലും നമുക്ക് ക്ഷീണം സംഭവിക്കും. അപ്പോൾ മാക്സിമം ഒരു 8 മണിക്കൂർ, അതിലപ്പുറം പോരുത്. 6 to 8 മണിക്കൂർ, 6 മണിക്കൂറെങ്കിലും നമുക്ക് ഉറക്കം കിട്ടിയിരിക്കണം. ചില ആളുകൾ പറയുന്നുണ്ട് 4 മണിക്കൂർ മതിയെന്നാണ്. എന്നാലും പുരുഷന്മാരെക്കാൾ കുറച്ചുകൂടെ ഉറക്കം സ്ത്രീകൾക്ക് കൂടുതൽ വേണം. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി വരാനായിട്ട് സമയം കൂടുതൽ എടുക്കുമെന്ന് അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. പുരുഷന് ചിലപ്പോൾ 6 മണിക്കൂർ വേണ്ടിയെടുത്ത് പെണ്ണിന് ചിലപ്പോൾ 7 മണിക്കൂർ വേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അവരെയും കൂടെ പുരുഷന്മാർ പരിഗണിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ വൈകി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഇശാനിസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ തന്നെ രോഗത്തിന് കാരണമാണ്. ഒരു 7-7:30 ആകുമ്പോൾ തന്നെ ഫുഡ് കഴിക്കണം. ഒരു 8 മണിക്ക് അപ്പുറമുള്ള ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം കഴിക്കൽ പതിവായാൽ തന്നെ നമുക്ക് രോഗങ്ങൾ നമ്മൾ തേടി വരും എന്നുള്ളതാണ്. കാരണം അതൊക്കെ ദഹിക്കണതിന് മുമ്പ് നമ്മൾ കിടക്കാൻ പോകും, ദഹിക്കൂല, പിറ്റേന്ന് രാവിലെ ക്ഷീണം, തളർച്ച, പ്രയാസം. നിങ്ങൾ ഡെയിലി രാത്രി ഒരു 7-8 മണിക്കുള്ളിൽ ഫുഡ് കഴിച്ചു നോക്കിയേ, അതും കട്ടി കുറഞ്ഞ ഭക്ഷണം കഴിച്ചു നോക്കിയേ, പിറ്റേ ദിവസം നിങ്ങൾക്ക് നല്ല ഉന്മേഷം ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നതുപോലെ ഈ ഭക്ഷണ ക്രമീകരണവും രാവിലെയുള്ളൊരു നടത്തം, ഇനി രാവിലെ പറ്റില്ല വൈകുന്നേരം നടന്നു, അങ്ങനെ ഒരു നടത്തം പറ്റുകയാണെങ്കിൽ അത് ചെരുപ്പില്ലാതെ മണ്ണിലൂടെ, നമ്മുടെ വീടിൻ്റെ ചുറ്റും മതിയല്ലോ, പുറത്തൊക്കെ പോകുമ്പോഴാണ് ഈ കുപ്പിച്ചിലൊക്കെ പ്രയാസമായി വരുന്നത്. അപ്പം അങ്ങനെ നടക്കാൻ പറ്റിയാൽ ഒന്നുകൂടെ ബെറ്ററാണ്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. അപ്പം അങ്ങനെ ഈ എക്സസൈസ് മുത്തുനബിയുടെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ വേഗത്തിൽ നടന്നു നോക്കി. ഇനിയിപ്പോൾ എക്സസൈസായിട്ട് നടക്കുന്നത് മാത്രമല്ല, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകുമ്പോഴും ഇച്ചിരി വേഗത്തിൽ ഒന്ന് ഉണർന്ന് നടക്കാനൊക്കെ ശ്രമിച്ചു നോക്കിയേ.
നമുക്ക് നല്ല ഒരു ഉന്മേഷം, തളർച്ചയില്ലായ്മ ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. റെഡിയല്ലേ? ഇന്നു മുതൽ ചെയ്യൂലേ? അള്ളാഹു നല്ല ആരോഗ്യമുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നത് ഇബ്രാഹിം നബിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ്? ചോദ്യം സിമ്പിളാണ്, ചിന്തിക്കണം. ഇസ്ഹാഖ് നബി ജനിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എത്ര വയസ്സുള്ളപ്പോഴാണ്? കമൻറ്റ് ചെയ്യുമല്ലോ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണം, നമ്മുടെ കുടുംബ ഗ്രൂപ്പിലൊക്കെ കേട്ടോ. ക്ഷീണമൊക്കെ മാറി എല്ലാവരും കൂടെ തുള്ളിച്ചാട്ടിയെന്നേ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൻ്റെ മിസ്ലു സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാഹ്. ആ ഹബീബിൻ്റെ തിരുനോട്ടത്തിൽ ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. സ്വബാഹുൽ ഖൈർ കുടുംബത്തെ സ്വീകരിക്കണേ അല്ലാഹ്. സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ ഒരുപാട് അസുഖബാധിതരുണ്ട്. കമൻസ് മുഴുവൻ അസുഖങ്ങളെക്കുറിച്ചുള്ള സങ്കടങ്ങളാണ്. പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾ ബാധിതരായവർ, മക്കൾ അസുഖബാധിതരായവർ, സ്വയമേവ അസുഖങ്ങളുള്ളവർ എല്ലാവർക്കും നീ ശിഫാ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഇണകൾക്കിടയിൽ തൃപ്തി നൽകണേ അല്ലാഹ്. സംശയരോഗത്തിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. തൊലാക്കിൽ നിന്ന് സംരക്ഷണം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്കിടയിൽ ഒത്തൊരുമ നൽകണേ അല്ലാഹ്. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ലാഹ്. നല്ല റിസൾട്ട് നീ നൽകണേ അല്ലാഹ്. അർഹമുർറഹീമായ കരുണക്കടലായ റബ്ബേ, നീ ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം നീക്കണേ അല്ലാഹ്. വീട്ടിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാഹ്. തൊഴിലുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രവാസികൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്. എല്ലാവർക്കും ഖൈറായത് നീ നൽകണേ തമ്പുരാനെ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈ മനസ്സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാഹ്. യാ റബ്ബന, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞ് പല ആളുകളും വരുന്നുണ്ട്. ഈ റിലീഫ് പദ്ധതിയിലേക്ക് പലരും ഹദിയകൾ ചെയ്യുന്നുണ്ട്. പടച്ചോനെ, ഹദിയകൾ ചെയ്യുന്നവരെ നീ നിരാശരാക്കല്ലേ അല്ലാഹ്. അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.